നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച 1201 കുംഭമാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ വാരത്തിൽ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ചന്ദ്രനാണ്. അശ്വതി നക്ഷത്രമാകുന്നു നാം ചർച്ച ചെയ്യുന്ന ദിനം. മേടൻ രാശിയിൽ ചന്ദ്രനാകുന്നു, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, 10-ാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, മേടം മുതൽ മീനൻ വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ശ്രദ്ധിക്കുക. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ കേതുവാണ്, 7-ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്, 8-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രനാണ്, 9-ാം ഭാവത്തിൽ ശനിയാണ്, 10-ാം ഭാവത്തിൽ ചന്ദ്രനാണ്, 12-ൽ വ്യാഴമാണ്. ഇവിടെ കർക്കിടകൻ രാശിയുടെ ഒരു വിഷയം, രാശിധിപനായ ചന്ദ്രൻ വളരെ ബലവാനായി 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. ആ ഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ ഗ്രഹം ഉച്ചത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സുഖം ബാന്ധവേപ്യ ഗ്രഹേ ധർമ്മകർമ്മ സമുദ്രാംഗജേ ശം നരേശാദിതോ. ബന്ധുക്കൾക്ക് സുഹൃത്തുണ്ടാവും. ബന്ധുക്കളെ കൊണ്ട് തനിക്ക് സൗഹൃദം ലഭിക്കും. പുതിയ ബന്ധുക്കൾ ലൈഫിൽ വരും. വിവാഹാദി വിഷയങ്ങൾക്ക് തീരുമാനങ്ങളാവുക. അങ്ങനെ പുതിയ ബാന്ധവന്മാരുമായുള്ള നല്ല ബന്ധങ്ങൾ പുലർത്തുവാനുള്ള അനുകൂലമായ സമയമാണ്. സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത്, വിദേശത്ത് യാത്ര ചെയ്ത് തനിക്ക് ധനപരമായ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകും. ഇവിടെ കർമാധിപനായ ചൊവ്വ നിൽക്കുന്നത് ഉച്ചസ്ഥനായി നിൽക്കുകയാണ് മകരൻ രാശിയിൽ. പലപ്പോഴും യാത്രാ തടസ്സങ്ങൾ വരാം. പക്ഷേ നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ടൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിചാരിതമായ യാത്രാലാഭങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി ശ്രമിക്കണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ടി ചെയ്യുക, രക്തപുഷ്പാഞ്ജലി, കടുംപായസം ചെയ്യുക. മന്ത്രപതിയാണ് ചൊവ്വ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാള്യൈ നമഃ എന്ന മന്ത്രം വളരെയധികം പ്രയോജനപ്പെടും ഈ ഒരു വാരം. ആർക്ക്? കർക്കിടകം രാശിക്കാർക്ക്. ദൈവികമായ വിഷയങ്ങളോട് നല്ല താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. പലപ്പോഴും പൂർവികമായ സ്വത്ത് വിഷയത്തിൽ വലിയ തർക്കങ്ങൾ വരും. സഹോദരങ്ങൾ അകന്നു നിൽക്കും. കേസും കൂട്ടവും ഒക്കെ ഉണ്ടാകും. അനാവശ്യമായ പോലീസ് കേസിലൊന്നും പോകരുത്. പീഡന കേസിൽ പ്രതിയാകേണ്ടുന്ന സമയമാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ആരെയും നോക്കുകയോ തൊടുകയോ സ്പർശിക്കുകയോ ദർശനവും കൂടിപ്പോയാൽ അപകടം വരും. കാരണം അഷ്ടമത്തിൽ സൂര്യനാണ്. സ്ത്രീ കാരണം തനിക്ക് നാശം വരുമെന്ന വാരമാണ്. അതിനാൽ സ്ത്രീ വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കണം. എടുത്തുചാടി അന്യദേശത്തുള്ള സ്ത്രീകളുമായി സൗഹൃദങ്ങൾ ഉണ്ടാകാം. സ്ത്രീകളെ കൂട്ടി ദൂരത്ത് താമസിപ്പിക്കുക. ഭാര്യാവിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അന്യ സ്ത്രീകൾ തൻ്റെ ലൈഫിൽ കയറി ഇറങ്ങുന്ന സമയമാണ്. വിദേശീയതാരാൻ ഭജയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുംഭത്തിലെ സൂര്യൻ. എന്നിട്ട് അതിൻ്റെ പേരിൽ ദുഃഖം അനുഭവിക്കുക. ദുഃഖാർത്ഥ വിധനഃ അടനഃ അനിർദരതിഹി തീഷ്ണസ്യ കുംഭസ്ഥിതി. പല കാര്യത്തിലും എടുത്തു ചാടുമ്പോൾ ആരെയും ശ്രദ്ധിക്കില്ല. ഒന്നും അറിയാതെ പാവത്തെപ്പോലെ സ്വകാര്യമായി പല നിഗൂഢമായ ബന്ധങ്ങളിലും പോയി എത്തിപ്പെടും. അത് തനിക്കുണ്ടാക്കുന്ന ക്ലേശങ്ങൾ ഭയങ്കരമായിരിക്കുമെന്ന് അറിയുക. പിന്നീടായിരിക്കും സമൂഹത്തിലും സമാജത്തിലും തൻ്റെ പേരുദോഷങ്ങൾ വരും. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചു, നല്ല വെള്ള ഷർട്ടിട്ട് നടക്കുന്ന വ്യക്തിക്ക് മഷി കുടഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ആ ഷർട്ടോ മുണ്ടോ പിന്നീട് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ വൃത്തികേടാവും. അങ്ങനെയുള്ള തൻ്റെ പേഴ്സണാലിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥകൾ വരും. ശ്രദ്ധിച്ചു കൊള്ളുക. നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന, കൂളമാല, ജലധാര വഴിപാടായി ചെയ്യുക. അച്ഛൻ്റെ ആരോഗ്യവിഷയം വളരെ ശ്രദ്ധിക്കണം. പിതാവിന് സമയദോഷമുണ്ട്. 9-ാം ഭാവാധിപനായ ഗ്രഹം 12-ലാണ് നിൽക്കുന്നത് വ്യാഴം. പിതൃകാരകനായ സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. അച്ഛൻ്റെ ആരോഗ്യവിഷയം വളരെ ശ്രദ്ധിക്കുക. പോലീസ് കേസ് വരാതെ നോക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇവിടെ കർക്കിടക രാശിക്കാർക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യാനുള്ളവർക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ്. ധർമ്മദൈവ സങ്കേതത്തിൽ നിർബന്ധമായി അവിടെ വഴിപാടുകൾ ചെയ്യണം. ധർമ്മദൈവ സങ്കേതങ്ങളിൽ മലയാള മാസം 1-ാം തീയതി വിളക്ക് കത്തിച്ച് തിരികത്തിച്ച് അവിടെ ശുദ്ധിയോടുകൂടി അവിടെ പരിചരിക്കുന്നത് വളരെ ഗുണമാണെന്ന് തിരിച്ചറിയണം കർക്കിടക രാശിക്കാർ. പ്രത്യേകിച്ച് ജൂൺ മാസം 1-ാം തീയതി വരെ. നന്ദി, നമസ്തേ.